ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമലൈക്കും. ഹലോ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന ഉരുളൻകിഴങ്ങൊക്കെ മുളച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുഴിച്ചിടാനാണ്. അപ്പോൾ ഞാൻ ചാക്കെടുത്ത് അതിൽ കുറച്ച് പച്ചിലൊക്കെ നിറച്ച് മണ്ണൊക്കെ ഇട്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് എന്തെങ്കിലും 4 ദിവസം നടന്ന് ചെയ്യണം. അതെനിക്കൊരു ശീലമാണ്. ഒന്ന് ഈ ഉരുളൻകിഴങ്ങാണ് ഞാൻ കുഴിച്ചിടാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത് മുളച്ചത് ഇനി എടുത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ മുമ്പതേമാതിരി ഉരുളൻകിഴങ്ങ് നട്ടിട്ട് എനിക്ക് ഉരുളൻകിഴങ്ങൊക്കെ കിട്ടി. ഞാനത് വീഡിയോ ഇട്ട് കണ്ട മുളച്ചിരിക്കുന്നുണ്ട്. നടുമുറിച്ച് ചാരത്തിൽ മുക്കിയിരിക്കുകയാണ്. വളമൊന്നും ഇപ്പം ഇട്ട് കൊടുക്കണില്ല. മുളച്ച് വലുതാവട്ടെ എന്നിട്ട് വളം ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉരുളൻകിഴങ്ങൊക്കെ മുളച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കളയേണ്ട ആവശ്യമില്ല. അതേമാതിരി നട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ വേണ്ടി ഉരുളൻകിഴങ്ങ് കിട്ടും. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ഇതേമാതിരി മുളച്ചിരിക്കണ ഉരുളൻകിഴങ്ങ് ദൂരെ വലിച്ചെറിയണ്ട കേട്ടാ. ഇങ്ങനെ നട്ടാൽ നമുക്ക് ഉരുളൻകിഴങ്ങൊക്കെ കിട്ടും, കറിയൊക്കെ. ഓക്കെ, അപ്പോൾ 2 ചാക്കിൽ ഞാൻ പകുതി വെച്ച് മുളയുള്ള ഭാഗത്തുനിന്ന് മുറിച്ചിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. ഇനി ഇത് മുളച്ച് വലുതാവുമ്പോൾ ഇത്തിരി ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. മുളയുടെ മുകളിലേക്ക് മണ്ണിടരുത്. മുളച്ച് വലുതായതിനു ശേഷം മണ്ണിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അസ്സലാമലൈക്കും. എന്തായാലും ഇനി മഴക്കായാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുഴിച്ചിട്ടിട്ട് വീട്ടിലുണ്ടാക്കാം. ഓക്കേ, ഇതാ ഉരുളൻകിഴങ്ങ് മുളച്ചു ഇത്രയും പോന്നു വലുതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ.